ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു സൺഡേ ആണ് കേട്ടോ. രാവിലെ ചർച്ചിലൊക്കെ പോയി വന്ന് ഭക്ഷണമൊക്കെ കഴിഞ്ഞിപ്പോൾ ഉച്ചയാവാനായേ. മഴയൊക്കെ മാറി ഇപ്പോൾ ഒരു തെളിഞ്ഞ ക്ലൈമറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം തന്നെ രാവിലെ അയറ നല്ലൊരു പണി തന്നിട്ടുണ്ട്. കുടിക്കാൻ കപ്പിൽ കൊടുത്ത ചായ മുഴുവൻ ബെഡിൽ കൊണ്ടൊഴിച്ചു കേട്ടോ. അങ്ങനെ ബെഡോടെ എടുത്ത് ഇങ്ങനെ വെയിലത്തോണ്ട് ഇട്ടിരിക്കുവാണ് ഉണങ്ങാനായിട്ട്. കുറേ കോട്ടൺ വെച്ചും തുണി വെച്ചൊക്കെ നല്ലോണം തുടച്ച് നോക്കി കേട്ടോ. എന്നിട്ടും അത് മാറുന്നില്ലേ. നനവെല്ലാം പോയി, പക്ഷെ ആ കളർ അങ്ങനെ തന്നെ കിടപ്പുണ്ട് കേട്ടോ. വീട്ടിൽ ചോറൊക്കെ വിറകടുപ്പിലാണ് കേട്ടോ വെക്കുന്നത്. അതുകൊണ്ട് വിറകൊക്കെ ഇഷ്ടം പോലെ വേണം. മാത്രമല്ല ആടുള്ളത് കൊണ്ട് ആടിനുള്ള ഫുഡും അതൊക്കെ വേവിക്കുന്നതൊക്കെ വിറകടുപ്പിലാണേ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പപ്പ പുറത്ത് പോയിട്ട് അവിടെ പുറത്ത് റബ്ബറിൻ്റെ തോട്ടമുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് ഇങ്ങനെ വിറകെല്ലാം പൊട്ടിച്ചെടുത്തിട്ട് വരുവേ. പിന്നെ മഴ സമയമാകുമ്പം വിറകിന് നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന സമയത്ത് ഒടിച്ചിട്ട് അതെല്ലാം ഇങ്ങനെ എടുത്ത് വെക്കൽ, അതെല്ലാം പപ്പയുടെ പണിയാണേ. വിറക് പുരയിൽ വിറകൊക്കെ കുറഞ്ഞു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വേഗം പോയി പപ്പ കുറേ ഒടിച്ചെടുത്തിട്ട് വന്നതാണ് കേട്ടോ. പിന്നെ അതൊക്കെ ഇങ്ങനെ ഒടിച്ചു വെക്കാൻ ഞാനും കൂടിയിട്ടുണ്ടായിരുന്നേ. വീട്ടിൽ ഇങ്ങനത്തെ ജോലിയൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടത്തോടെ ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ മറ്റ് വിറകൊക്കെ അപേക്ഷിച്ച് റബ്ബറിൻ്റെ വിറകാകുമ്പോൾ കത്തിക്കാൻ നല്ല ഇതാട്ടോ. ഒന്ന് കത്തിപ്പിടിച്ച് കഴിഞ്ഞാൽ വേഗം കത്തുകയും ചെയ്യും. നമ്മുടെ സ്റ്റാർ ഫ്രൂട്ടൊക്കെ ഇപ്പോഴും ഒരുപാട് കായെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നല്ല പഴുത്തതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സീസൺ ആവുന്നതേ ഉള്ളൂ. എല്ലാം പച്ചയായിട്ടാണ് ഉള്ളത്. പിന്നെ രാവിലെ ചർച്ചിൽ പോയിട്ട് വന്നപ്പോൾ അമ്മ കോൺ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അയറയ്ക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞത് കൊണ്ട് അവൾ ഇതാകുമ്പോൾ വെറുതെ അങ്ങ് കഴിച്ചോളും. അവിടുത്തെ വെച്ച് നോക്കുമ്പോൾ കണ്ണൂർ വെച്ച് നോക്കുമ്പോൾ ഇവിടെ വന്നതിന് ശേഷം ആൾ നല്ലോണം ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. ആൾക്കാരെയൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണേ. അങ്ങനെ വിറകിൻ്റെ പരിപാടിയും കഴിഞ്ഞ് ചോറും കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ ടെറസിൻ്റെ മേലേക്ക് പോയി കേട്ടോ. മഴയൊക്കെ പെയ്ത് നല്ലോണം ഇങ്ങനെ അഴുക്കായിട്ട് കിടപ്പുണ്ടായിരുന്നേ, ഇങ്ങനെ കറുത്ത പൊടിയെല്ലാം ആയിട്ട്. അപ്പോൾ കുറച്ച് വെയിൽ വന്നപ്പോൾ ഫുള്ള് ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞ് ഞാനാണ് കേട്ടോ ആദ്യം കയറി വന്നത്. ഞാൻ മേലെ ടെറസ് മാത്രം വൃത്തിയാക്കാമെന്ന് പറഞ്ഞ് വന്നതാണേ. അപ്പോൾ ഷെറിഷൻ പറഞ്ഞ് ചൂലെല്ലാം എടുത്തോ, സൺഷെയ്ഡും കൂടെ വൃത്തിയാക്കാമെന്ന് പറഞ്ഞിട്ട് ഷെറിഷൻ തന്നെ ഇങ്ങനെ ഇറങ്ങിയിട്ട് അവിടെയെല്ലാം ഇങ്ങനെ വൃത്തിയാക്കി തരുന്നുണ്ടായിരുന്നു. ഇങ്ങനെ വലിയ ചൂലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഷീറ്റിൻ്റെ പുറമൊക്കെ വൃത്തിയാക്കാൻ പറ്റുമായിരുന്നു കേട്ടോ. പക്ഷേ അങ്ങനെ ലോങ് ആയതുകൊണ്ട് അതിൻ്റെ പുറത്തൂടെ മഴയായതുകൊണ്ട് വഴുക്കലും ഉണ്ട്. ഷീറ്റിൻ്റെ പുറമൊന്നും വൃത്തിയാക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ സൺഷെയ്ഡും മേലെ ടെറസ് ഭാഗമൊക്കെ ഫുള്ള് ക്ലീൻ ചെയ്ത്. ടെറസിൻ്റെ മേലെ ചപ്പ് മുഴുവൻ തൂത്തിട്ട് ഓരോ സൈഡിലേക്ക് ഇങ്ങനെ കൂട്ടി വെച്ചു കേട്ടോ. അമ്മ വൈകുന്നേരം കത്തിക്കാൻ സമയത്ത് വാരിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. നമ്മുടെ വീടിൻ്റെ മുൻഭാഗം മുഴുവൻ ഇങ്ങനെ കുറേ കൃഷി സ്ഥലവും പിന്നെ കുറേ ഒരു റൈറ്റ് സൈഡിലോട്ട് മുഴുവൻ അങ്ങ് അറ്റം വരെയും റബ്ബർ തോട്ടമാണ് കേട്ടോ. ആ റബ്ബർ തോട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ട് താഴെ റെയിൽവേയും ആണേ. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അങ്ങനെ ടെറസിലെ പണിയൊക്കെ കഴിഞ്ഞ് താഴെ ഇറങ്ങിയപ്പോഴത്തേക്കും അനഘയും കുട്ടിപ്പട്ടാളങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അയറയുടെ കൂടെ ഇരുന്ന് കളിക്കുവാണേ. പാത്ത് കുറേ കൊട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടേ. അങ്ങനെ കൊട്ടും ബോളും താഴെ അല്ലൂസിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് എടുത്തിട്ട് വന്നതാണ് കേട്ടോ ആ വണ്ടി. അങ്ങനെ അതൊക്കെ വെച്ച് കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ആ കളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറേ ടോയ്സ് എല്ലാം കൊണ്ടുവന്ന് ഭയങ്കര കുക്കിംഗ് ആണ് കേട്ടോ. അനഘ കുറച്ചുകൂടെ വലിയ കുട്ടിയാണെങ്കിലും ഐറ വന്നു കഴിഞ്ഞാൽ അവളെ കൂടെ കൂടും കേട്ടോ. അവളെന്താണോ പറയുന്നത് അതുപോലെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. അവളോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അനഘയ്ക്ക് ഐറയെ. ഇന്നത്തെ ദിവസം ഇത്രയൊക്കെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായല്ലോ കേട്ടോ. ഇത് പിറ്റേ ദിവസം മൺഡേ ആണ്. മൺഡേ മോർണിംഗ് ആണ് കേട്ടോ. രാവിലെ അവൾക്ക് ഇങ്ങനെ പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് ഗ്ലാസ്സിൽ അവളെ പുറകെ ഇങ്ങനെ കൊണ്ട് നടക്കുന്നുണ്ടേ. കുറച്ചിങ്ങനെ ഗേറ്റിന് പുറത്തൊക്കെ വന്ന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവളെ കൂടെയൊക്കെ ഒന്ന് ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കും അവളൊരു ഇതിങ്ങനെ ഓക്കെ ആവും കേട്ടോ. അങ്ങനെ പുറത്തൂടെ നടക്കുമ്പോഴാണേ പപ്പ ഒരു ഉടായിപ്പ് പണിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഉടായിപ്പൊന്നുമല്ലേ, വിറകെടുക്കാൻ വേണ്ടിയിട്ടാണേ. ഇങ്ങനെ പ്ലാവാണ് കേട്ടോ. പ്ലാവാകുമ്പോൾ ഇങ്ങനെ വലിയൊരു വിറക് ഇങ്ങനെ ഉണങ്ങിയിരിപ്പുണ്ടേ. പക്ഷേ കുറച്ച് പൊക്കത്തിലായതുകൊണ്ട് പപ്പയുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ഒരു കയറൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടേ. അതിലിങ്ങനെ കൊളുത്തൊക്കെ ആക്കിയിട്ട് മേലോട്ട് എറിഞ്ഞിട്ട് അപ്പുറത്തെ സൈഡ് ഇങ്ങനെ പിടിച്ച് വലിക്കുമ്പോഴത്തേക്കും വിറകിങ്ങ് വരുമല്ലോ. കുറേ പ്രാവശ്യം ട്രൈ ചെയ്തു. അങ്ങനെ ഒരിക്കൽ അതിൽ വീണ് കേട്ടോ. ഒരിക്കൽ വീണ് കുറച്ച് ഭാഗം ഇങ്ങ് മുറിഞ്ഞു വന്നേ. അത് കഴിഞ്ഞിട്ട് ബാക്കി കുറ്റിയായിട്ടുള്ള ഭാഗം അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വെട്ടുകത്തിയൊക്കെ എടുത്തിട്ട് വന്ന് മേലെ കയറി മുറിച്ചെടുക്കുന്നുണ്ടായിരുന്നേ.
അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് കുറച്ച് സമയം ഇങ്ങനെ കണ്ണാടിയൊക്കെ നോക്കി കുറച്ച് ഷോയൊക്കെ കാണിച്ചു കേട്ടോ. അപ്പോഴത്തേക്കും ഷെർജി ഇങ്ങനെ എഴുന്നേറ്റ് വന്നിരിപ്പുണ്ടേ. രാവിലെ തലേദിവസം അമ്മ മേടിച്ചിട്ട് വന്ന കോൺ വേവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇരയ്ക്ക് പാലും കൊടുത്തിട്ട് ഇങ്ങനെ കോൺ കഴിക്കാൻ വേണ്ടി കൊടുത്തു. അവൾ ശരിക്കും പറഞ്ഞാൽ ഇഷ്ടത്തോടെ കഴിക്കുന്ന ഒരു സാധനം അത് മാത്രമാണ് കേട്ടോ. അങ്ങനെ ആ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അമ്മാമ്മയുടെ വീട്ടിൽ വന്നു കേട്ടോ. എൻ്റെ അമ്മയുടെ അമ്മയുടെ വീടാണ്. അമ്മമ്മയും അപ്പൂപ്പനുമാണ് കേട്ടോ ഇവിടെ ഉള്ളത്. രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഞാൻ ഒരുങ്ങാൻ വളരെ ഫാസ്റ്റ് ആയതുകൊണ്ട് തന്നെ ആദ്യം അമ്മയും ഐറയും കൂടെ കൂട്ടിയിട്ട് ചെറുച്ചൻ കൊണ്ടുവിട്ടു കേട്ടോ. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് വന്നിട്ടാണ് എന്നെയും കൂട്ടി വന്നത്. ഞങ്ങളുടെ വീട്ടിൽ നിന്നൊരു 10-15 മിനിറ്റ് ദൂരേ ഉള്ളൂ കേട്ടോ വരാനായിട്ട്. ഐറ വന്നപ്പോൾ തന്നെ ഹാപ്പി ആയി കേട്ടോ. കോഴിയെ അടവച്ചിട്ട് വിരിച്ചു വിട്ടിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതുമായിട്ടൊക്കെ കൂട്ടായി കുറേ സമയം അതിൻ്റെ കൂടെയൊക്കെ പോയിരുന്ന് കളിച്ചു. ആദ്യം ഒന്ന് ജസ്റ്റ് വെറുതെ പോയി എത്തി നോക്കി. ആളിങ്ങ് വന്നു. ആദ്യമായിട്ട് കാണുന്നതാണ് കേട്ടോ ഇത്. അതുകൊണ്ട് ഭയങ്കരമായിട്ടങ്ങ് അടുക്കാൻ പോയില്ല. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുള്ള് എല്ലായിടത്തെയും ലൈറ്റൊക്കെ ഇങ്ങനെ ഇട്ട് വെച്ച് സ്റ്റെയർ മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും കയറുക ഇറങ്ങുക, കയറുക ഇറങ്ങുക, വീട് മുഴുവൻ ചുറ്റി കാണുക. ഇതൊക്കെയാണ് ഇവിടെ വന്നാലുള്ള പരിപാടി. മുന്നേ ഇതൊരു ഓടിട്ട വീടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ പുതുക്കി അതെല്ലാം ഓടെല്ലാം മാറ്റി ടെറസാക്കിയതാണ് കേട്ടോ. എവിടെ കണ്ണാടി കണ്ടാലും നമ്മൾ വിടത്തില്ല കേട്ടോ. കുറച്ച് സമയം അവിടെ നിന്ന് ഇങ്ങനെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് ഒരു രസമല്ലേ, ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോഴത്തേക്ക് അമ്മാമ്മ കൂട്ടിയിൽ നിന്ന് ഇങ്ങനെ ഒരു കോഴിക്കുഞ്ഞിനെയും പിടിച്ചിട്ട് വന്ന് ഐറയുടെ അടുത്ത് ഇരിപ്പുണ്ട്. ഐറ ഇങ്ങനെ കാണുന്നത് കൊണ്ട് അമ്മാമ്മയുടെ ഒന്നും അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും അടുക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അടുപ്പിക്കാനുള്ള വഴിയായിട്ടാണ് കേട്ടോ അമ്മാമ്മ വന്നത്. കോഴിക്കുഞ്ഞിനെയൊക്കെ പിടിച്ചുകൊണ്ട് വന്ന് അപ്പോഴത്തേക്ക് ഐറ അവിടെ പോയിരുന്നു അമ്മാമ്മ ചോദിക്കുന്നതിനൊക്കെ മറുപടിയൊക്കെ പറഞ്ഞ് അങ്ങനെ ഹാപ്പി ആയിട്ടുണ്ടായിരുന്നേ. ഭയങ്കര ഇഷ്ടമായി. ഇങ്ങനെ അള്ളി വാരിയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവളുടെ ഒരു കൈക്കേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അമ്മ വന്നിട്ട് കോഴിക്കുഞ്ഞിനെ എടുത്ത് അവളെ കയ്യിലൊക്കെ വെച്ച് കൊടുത്തു കേട്ടോ. ഭയങ്കര സന്തോഷമായിരുന്നേ. അങ്ങനെ ആയപ്പോൾ ആദ്യമായിട്ടല്ലേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിനെസ് ആയിട്ടുള്ള ഒരു കാര്യം ഈ വീഡിയോയിൽ റിവീൽ ചെയ്യാനുണ്ട് കേട്ടോ. നമ്മുടെ 5 ജനറേഷനിലുള്ള ആൾക്കാരെ നമുക്ക് ഈ വീഡിയോയിൽ കിട്ടിയിട്ടുണ്ട്. എൻ്റെ അമ്മമ്മയുടെ അമ്മ കേട്ടോ, അതാണ് ഇത്. അങ്ങനെ ആ അമ്മമ്മയുണ്ട്, എൻ്റെ അമ്മമ്മയുണ്ട്, എൻ്റെ അമ്മ, ഞാൻ, ഐറ, അങ്ങനെ 5 ജനറേഷനിലെ ആൾക്കാരുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണല്ലേ. അതിൽ ഭയങ്കര ഹാപ്പിനെസ്സാണ്. ഞങ്ങളിങ്ങനെ എൻ്റെ അമ്മമ്മയുടെ വീട്ടിൽ വരുമ്പോൾ ആ മുത്തശ്ശിയും കാണാൻ പോവും. അങ്ങനെ അവിടെ നിന്ന് പോയിട്ട് വരുന്ന വരവാണ്. എൻ്റെ അമ്മാമ്മയുടെ ബ്രദറിൻ്റെ വീട്ടിലാണ് കേട്ടോ അമ്മാമ്മയുടെ അമ്മയുള്ളത്. ഞങ്ങളിവിടെ വന്ന സമയത്തിന് അപ്പൂപ്പൻ കുളിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ അപ്പൂപ്പനെ വീഡിയോയിലൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ തിരിച്ചു വന്ന് അപ്പൂപ്പനും അമ്മാമ്മയൊക്കെ ചേർന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് ഭയങ്കര രസമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഏകദേശം വീട്ടിൽ നമ്മൾ തിരിച്ചു പോകാനുള്ള ടൈമായേ. അപ്പോൾ എല്ലാ പ്രാവശ്യവും വരുമ്പോഴും പറയും കേട്ടോ, വീട്ടിൽ ചെടിയൊന്നും ഇല്ലല്ലോ, ഇവിടെ നിന്നെല്ലാം കൊണ്ടുപോകുന്നെല്ലാം പറയുവേ. അങ്ങനെ ഇപ്രാവശ്യം ഇങ്ങനെ മഴയൊക്കെ ഉള്ളതുകൊണ്ട് വേഗം മുളയ്ക്കുമെന്നെല്ലാം പറഞ്ഞിട്ട് അമ്മാമ്മ തന്നെ പോയി കുറേ റോസയുടെ കമ്പെല്ലാം ഇങ്ങനെ മുറിച്ച് തരുന്നുണ്ട് കേട്ടോ. കുറേ ചെടികളൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടുത്തെ ചെടിയൊക്കെ കൂടുതൽ നോക്കുന്നതൊക്കെ കിച്ചുവാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് അവ ഇങ്ങനെ വരും ഇവിടെ വൃത്തിയാക്കാനും അങ്ങനെയൊക്കെ. പിന്നെ കുറേ ഫ്രൂട്ട്സിൻ്റെ ചെടിയൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. ലൗലോലിക്ക മരമൊക്കെ ഇപ്പം കായ്ച്ചിട്ടുണ്ട്. അതാണ് കുറച്ച് മുന്നേ കണ്ടത്. പക്ഷെ പഴുത്തിട്ടില്ല കേട്ടോ, എല്ലാം പച്ചയാണ്. അമ്മാമ്മ തന്നെ കുറേ റോസാ കമ്പൊക്കെ ഇങ്ങനെ മുറിച്ച് ന്യൂസ് പേപ്പറിലൊക്കെ പൊതിഞ്ഞ് കവറിലൊക്കെ ആക്കി തന്നു വിട്ടേ. അങ്ങനെ ഞങ്ങൾ ചെടിയൊക്കെ കൊണ്ട് തിരിച്ച് വീട്ടിലെത്തി. കയ്യോടെ തന്നെ പപ്പയെ പൊക്കി കേട്ടോ. ഇപ്പം തന്നെ ചെടി നട്ടുതരണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പപ്പ മൺവെട്ടിയൊക്കെ എടുത്ത് ഒരു തെങ്ങിൻ്റെ സൈഡിലായിട്ട് കുറച്ച് മണ്ണൊക്കെ വെട്ടി ഇങ്ങനെ കൂട്ടി അവിടെ ചെടിയൊക്കെ നട്ട് കേട്ടോ. അങ്ങനെ ഹാപ്പിയായി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണേ. നമുക്കപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.